ഓരോ വ്യക്തിയിലും കൃഷ്ണാർജുനന്മാർ ഉണ്ടായാലേ രാഷ്ട്രത്തിൽ ഐശ്വര്യവും നീതിയും നടപ്പിലാകൂവെന്ന കൊളത്തൂർ അദ്വൈതാശ്രമം സ്വാമിനി ശിവാനന്ദ പുരി പറഞ്ഞു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കേരള ക്ഷേത്ര സംരക്ഷണ സമിതി കോഴിക്കോട് കേസരി ഭവനിൽ നടത്തിയ സാമൂഹ രാമായണ പാരായണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്വാമിനി ശിവാനന്ദപുരി. ശ്രീരാമൻ കോദണ്ഡവും അർജുനൻ ഗാണ്ഡീവവും ഉയർത്തിപ്പിടിച്ചത് ധർമ്മസംരക്ഷണത്തിനാണ്. അതുപോലെ ധർമ്മസംരക്ഷണത്തിനായി നിലകൊള്ളണം. രാഷ്ട്രത്തിൽ ഐശ്വര്യവും നീതിയും ഉണ്ടാകണം. അതോരോ വ്യക്തിയിൽ നിന്നുമാണ് സാധ്യമാകുന്നത്. ബംഗ്ലാദേശിലെ ഹൈന്ദവർക്ക് നേരെ വലിയ അക്രമമാണ് നടക്കുന്നതെന്നും ബംഗ്ലാദേശിലെ ഇതുപോലെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമം ഭാരതത്തിലും നടക്കുന്നുണ്ടെന്നും സ്വാമിനി ശിവാനന്ദപുരി പറഞ്ഞു. ധർമ്മ വ്യവസ്ഥയിലൂന്നിയിട്ടായിരിക്കണം രാഷ്ട്രം നിലകൊള്ളുന്നത്. അങ്ങനെയുള്ള രാഷ്ട്രത്തിന് മാത്രമേ ശാശ്വതമായിട്ടുള്ള ശാന്തിയും അഭിവൃദ്ധിയും ലോകത്തിന് നൽകാൻ സാധിക്കുള്ളൂ. ശ്രീയും ഐശ്വര്യവും വിജയവും ഒരു നീക്കുപോക്കില്ലാത്ത നീതിയും ഒക്കെ നടപ്പിലാവണമെന്നുണ്ടെങ്കിൽ ആ രാഷ്ട്രത്തിൽ ഓരോ വ്യക്തിയിലും ഓരോ സമൂഹത്തിലും ഓരോ കുടുംബത്തിലും ഒക്കെ തന്നെ യോഗേശ്വരനായിട്ടുള്ള കൃഷ്ണനും വേണം, ധനുർധരനായിട്ടുള്ള പാർത്ഥനും വേണം എന്നാണ്. ശ്രീരാമസ്വാമി ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആ ഒരു കോദണ്ഡമുണ്ട്. ആ കോദണ്ഡത്തിന്റെ ലക്ഷ്യവും മറ്റൊന്നായിരുന്നില്ല, ധർമ്മത്തെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതായിരുന്നു. സമൂഹ രാമായണ പാരായണത്തോടൊപ്പം ശ്രീരാമ അഷ്ടോത്തര ശതനാമാവലി അർച്ചനയും നടന്നു. രാഷ്ട്രീയ സേവികാ സമിതി പ്രാന്ത സഞ്ചാലിക ഡോക്ടർ ആര്യാദേവി വിശിഷ്ടാതിഥിയായിരുന്നു. ക്ഷേത്ര സംരക്ഷണ മാതൃസമിതി സംസ്ഥാന സെക്രട്ടറി ലക്ഷ്മിപ്രിയ മുഖ്യപ്രഭാഷണം നടത്തി. ജനം, കോഴിക്കോട്.